റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ രംഗത്ത്. ആലുവ കൊടികുത്തുമലയും എടത്തല മലേപ്പള്ളി ഭാഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായ സിറാജ് നഗർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധവുമായാണ് നാട്ടുകാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എടത്തല ഗ്രാമപഞ്ചായത്തിലെ 17-20 വാർഡുകൾ ചേർന്നുള്ള റോഡാണിത്. നിത്യേന ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നുപോകുന്നത്. ഇപ്പോൾ ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. നേരത്തെ ഈ റോഡിൻ്റെ പകുതി ഭാഗത്തോളം കട്ട വിരിച്ച് ഉദ്ഘാടനം ചെയ്തിരുന്നു. എന്നാൽ ബാക്കി ഭാഗവും കൂടി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ആലുവ പ്രദേശത്തെ കൊടികുത്തുമലയും അതേപോലെ തന്നെ മലേപ്പള്ളി എടത്തല മലേപ്പള്ളി ഭാഗവും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡാണിത്. ഏകദേശം ഒരു 2-3 വർഷമായിട്ട് പകുതി ഭാഗം കട്ടയിട്ട് വിരിച്ച് നിർത്തി. അതുകൂടാതെ ബാക്കിയുള്ള ഭാഗങ്ങൾ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ കിടക്കുകയാണ്. പല പ്രാവശ്യം ആളുകൾ വണ്ടിയായിട്ട് വരുമ്പോൾ ഇവിടെ ഇറക്കവും കുത്തനെ ഇറക്കവും അതേപോലെ കട്ട കുഴി വലിയ വലിയ കുഴികളുള്ളതിൻ്റെ പേരിൽ വീഴുകയും അതേപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും മറ്റും ചെയ്യാറുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിക്കും ഈ റോഡിൻ്റെ ഒരു വശം എടത്തല പഞ്ചായത്തിലെ 17-ാം വാർഡിൽ പെടുന്നതും അതേപോലെ ഇപ്പുറ സൈഡ് മറ്റു വശം 20-ാം വാർഡിൽ പെടുന്നതാണ്. ശരിക്കും ഒരു 2 ഭാര്യയുള്ള ഭർത്താവിന് കഞ്ഞിയില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ 2 പാർട്ടിക്കാരും. ഒരു പാർട്ടി അവരുടെ അടുത്ത് പറ, മറ്റേ പാർട്ടി ഇവരുടെ അടുത്ത് പറ, ഇങ്ങനെ പല രീതിയിലും പറഞ്ഞ് ഞങ്ങളെ ശരിക്കും കബളിപ്പിക്കുകയാണ്. വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിൽ യാത്ര ചെയ്യാനും പോകാനും. ദൈനംദിനം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു കാരണവശാൽ റെഡിയാക്കി തരണമെന്ന്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിത്യേന ഇവിടെ അപകടത്തിൽപ്പെടുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബഹുമാനപ്പെട്ട 17-ാം വാർഡ് മെമ്പർ, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഇത്തരത്തിലുള്ള ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളോട് സിറാജ് നഗർ നിവാസികളായ ഞങ്ങൾ പലവട്ടമായി നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സിറാജ് നഗർ കൊടികുത്തുമല റോഡ് വളരെ ശോചനീയമായ ഒരവസ്ഥയിലാണ്. ഒരു വാഹനം പോകുവാനോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസുമായി രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുവാനോ തന്നെ സഞ്ചാരയോഗ്യമല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഈ റോഡുകൾക്കുള്ളത്. അതിനാൽ ഇവർ പറഞ്ഞ ഞങ്ങളോട് ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പറിനോടും മറ്റ് വാർഡ് മെമ്പറോടും അതേപോലെ തന്നെ 20-ാം വാർഡ് മെമ്പർ ഷിബു പള്ളിക്കൂടി ഉൾപ്പെടുന്ന എല്ലാ ജനപ്രതിനിധികളെയും ഞങ്ങൾ സിറാജ് നഗർ നിവാസികൾ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഇവരോട് ഞങ്ങളുടെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പഞ്ചായത്തിൽ ഫണ്ടില്ല, അല്ലെങ്കിൽ അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന് അനുവദിക്കാനുള്ള വീതിയുള്ള റോഡല്ല എന്നുള്ള ഇത്തരത്തിലുള്ള പല മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ഈ റോഡിൻ്റെ ഈ വികസനത്തെ തടയുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഞങ്ങൾ ഇതൊരു വലിയൊരു സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് പറയുവാനുള്ളത്, ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി കക്ഷികൾ ഉൾപ്പെടുന്ന ആളുകൾ വോട്ട് ബഹിഷ്കരണം എന്ന് പറയുന്ന വലിയൊരു സമര പരിപാടിയുമായി മുന്നോട്ട് പോകാനുള്ള ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആയതിനാൽ ഇവിടെയുള്ള എല്ലാ ജനപ്രതിനിധികളും മറ്റ് എല്ലാ പെർമനൻ്റ് എക്സിക്യൂട്ടീവായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഞങ്ങളുടെ സിറാജ് നഗർ നിവാസികളുടെ ഈ ഒരു ആവശ്യം പരിഗണിച്ച് ഞങ്ങളുടെ ഈ റോഡിന് നല്ലൊരു സഞ്ചാരയോഗ്യമാക്കി തരണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. സിറാജ് നഗർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഒറ്റക്കെട്ടായാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഈ റോഡെന്ന് പറയുന്നത് നിരവധി കാലങ്ങളായി ഇതേപോലത്തെ ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത്. ഇതിപ്പോൾ 2 മെമ്പർമാരുടെയും കൂടി വാർഡ് തിരിയുന്ന ഏരിയയാണിത്. ഇവർ 2 പേരുടെ അവഗണന മൂലമാണ് വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ടുണ്ടാവും ഈ റോഡ് ഇതേ കണ്ടീഷനിൽ കിടക്കുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് ഒരു അവഗണന മൂലം ഇതിങ്ങനെ വളരെ ശോചനീയാവസ്ഥയിലാണ്. അതേപോലെ തന്നെ പല നേതാക്കന്മാരുടെയും മെമ്പർമാരുടെയൊക്കെ സമീപത്തുള്ള ചെറു റോഡുകൾ വരെയും 1, 2, 3 പ്രാവശ്യമൊക്കെ അവർ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും ഇവിടെ ഒരു രീതിയിലുള്ള പരിഗണനയും കണ്ടില്ല. അപ്പോൾ ഇതിന് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.